Hi, we have Aflu here, a blogger and an entrepreneur, the founder of Edgeview. Aflu, welcome. Hi. Thanks so much for having me. അവിടെ ഒരു ക്രൗഡ് കണ്ടല്ലോ. How's the reception here? സംഭവം അടിപൊളി. ആക്ച്വലി ഞാൻ ഈ പരിപാടിയെ കുറിച്ച് ഈ പ്രൊജക്ടിനെ കുറിച്ച് കുറച്ച് ദിവസം മുമ്പേ തന്നെ ഇവരുടെ അടുത്ത് നിന്ന് അറിഞ്ഞിട്ടുണ്ട്. ഞാൻ ഭയങ്കര ക്യൂരിയസ് ആയിരുന്നു ഈ പ്രൊജക്ടിനെ കുറിച്ചുള്ള കാര്യങ്ങള്. അപ്പം ഇങ്ങനെ ഒരു ഇവന്റ് എന്ന് പറഞ്ഞപ്പോ ഞാൻ അത്ര വലിയൊരു ഇവന്റ് ആയിരിക്കും ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷെ ഇവിടെ വന്നപ്പോ അടിപൊളി. So you have a startup, right? You're an entrepreneur. നമുക്ക് Edgeview എന്ന് പറഞ്ഞിട്ട് ഒരു ടെക് സ്റ്റാർട്ടപ്പ് ഉണ്ട്. നമ്മളെ ഒരു സ്കിൽ ലേണിംഗ് പ്ലാറ്റ്ഫോം ആണ് ബേസിക്കലി. നമ്മൾ അറൌണ്ട് 2 years ആയി സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്കിപ്പോ ഓവർ 4,000 സ്റ്റുഡൻസ് നമ്മുടെ ഒരു അക്കാദമിയിൽ ഉണ്ട്. ഓൺലൈൻ ആയിട്ടാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ വരുന്നത്. So you are an authentic vlogger, അല്ലേ? യൂട്യൂബിൽ വ്ളോഗിംഗ് തുടങ്ങി. How was that journey? How from vlogging to entrepreneurship? ആക്ച്വലി ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ എന്റെ പോളി ഫൈനൽ ഇയർ ടൈമിൽ ഒരു എക്സാമിന്റെ ടൈമിൽ കുറച്ച് ഗ്യാപ്പ് കിട്ടിയപ്പോഴാണ്. ചുമ്മാ എല്ലാവരും ആ സമയത്ത് ആ ബ്ലോഗൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം അതിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് യൂട്യൂബിൽ നിന്ന് ഏൺ ചെയ്യാൻ പറ്റും എന്ന് അറിഞ്ഞിട്ട് തന്നെയാണ്. അപ്പം ഇനീഷ്യൽ സ്റ്റേജിലൊക്കെ നമ്മൾ ഒരുപാടധികം വീഡിയോസ് ഒക്കെ ചെയ്തു നോക്കി. പക്ഷെ അതിൽ കാര്യമായിട്ടുള്ള റിസൾട്ട്സ് ഒന്നും ഉണ്ടായില്ല. പിന്നെ കുറെ മാറ്റങ്ങൾ വരുത്തി, കുറെ പരീക്ഷണങ്ങൾ നടത്തി, കുറച്ച് ക്വാളിറ്റി ഒക്കെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്ത് നോക്കി. അങ്ങനെ ഏതൊരു മൊമെന്റിൽ വെച്ചിട്ട് സംഗതി കയറി ക്ലിക്കായി. ഇപ്പൊ നമുക്ക് യൂട്യൂബിൽ മാത്രം ഓവർ 2.4 million സബ്സ്ക്രൈബേഴ്സ് യൂട്യൂബിലുണ്ട്. ബാക്കി ഡിഫറെന്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലായിട്ട് എല്ലാം കൂടെ നമ്മുടെ സോഷ്യൽ മീഡിയ ഫാമിലി എന്ന് പറയുന്നത് ഓവർ 3 million നമുക്ക്. അപ്പം ആ ഒരു സൈഡ് അടിപൊളിയായിട്ട് അങ്ങനെ പോകുന്നു. അപ്പം അതിന്റെ ഇടയിൽ തീർത്തും അവിചാരിതമായിട്ട് ഞങ്ങൾ അങ്ങനെ ഒരു കോഴ്സ് ലോഞ്ച് ചെയ്യാം എന്നുള്ള രീതിയിൽ. നമുക്കറിയുന്ന കാര്യം യൂട്യൂബാണ്. സോ യൂട്യൂബിനെ കുറിച്ച് തന്നെ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാം, ആളുകൾക്ക് കൂടെ കുറച്ച് ഹെൽപ്ഫുൾ ആകും എന്നുള്ള രീതിയിൽ നമ്മള് അങ്ങനെ അങ്ങനെ നമ്മളൊരു കോഴ്സ് ആദ്യമായിട്ട് സെറ്റ് ചെയ്തതാണ്. അപ്പൊ പിന്നെ അത് അത്യാവശ്യം അടിപൊളിയായിട്ട് പോകുന്നുണ്ട് എന്ന് തോന്നിയപ്പോൾ നമ്മൾ അതില് ഫർദർ ഡെവലപ്മെന്റ്സ് കാര്യങ്ങൾ കൊണ്ടുവന്നു. ഒരു പ്രോപ്പർ ഒരു പ്ലാറ്റ്ഫോം രീതിയിലേക്ക് അതിനെ മാറ്റി. അങ്ങനെ Edgeview ജനിച്ചു അല്ലേ? ഓക്കെ, സോ നമുക്കിപ്പോ അറിയാം ഇൻസ്റ്റഗ്രാം നമുക്കിപ്പോ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട് ഫോർ കോണ്ടന്റ് ക്രിയേഷൻ. ദർ ഇസ് എ വാസ്റ്റ് പ്ലാറ്റ്ഫോം. സോ അത് യൂട്ടിലൈസ് ചെയ്യാൻ ചെയ്യുന്നവർക്ക് what tips can you give them? ആക്ച്വലി സോഷ്യൽ മീഡിയയുടെ സാധ്യത പോയി അനന്തമാണെന്നൊക്കെ പറയാം. ഭയങ്കര അടിപൊളിയായിട്ട് തന്നെ നമുക്ക് വലിയ മാർക്കറ്റിങ്ങിന് എമൗണ്ട് സ്പെൻഡ് ചെയ്യാണ്ട് തന്നെ നമുക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിച്ചിട്ട് പല രീതിയിലും നമ്മുടെ ബിസിനസ്സിലേക്ക് എന്താ പറയാ സെയിൽസ് ഒക്കെ കൊണ്ടുവരാനായിട്ട് വളരെ ഈസി ആയിട്ട് പറ്റും. റീച്ച് ഔട്ട് ചെയ്യാം. നമ്മളെപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞത് ഇപ്പം Edgeview-നാണെങ്കിലും അതുപോലെ നമുക്ക് വേറെ ഒരു കമ്പനി ഉണ്ട്, Tripify എന്നൊരു ട്രാവൽ കമ്പനിയാണ്. അപ്പൊ അവിടെയൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ള ഒരു കാര്യം, നമ്മൾ ഇനീഷ്യലി ഒരു ലൈക്ക് മൈൻഡഡ് പീപ്പിളിന്റെ ഒരു കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്തു. അതിൽ നിന്ന് പിന്നെ നമ്മുടെ പ്രൊഡക്ട്സിനെ അവിടെ പിച്ച് ചെയ്തു. സോ സിമ്പിൾ ആയിട്ട് നമുക്ക് അതിൽ നിന്നൊക്കെ സെയിൽ കൊണ്ടുവരാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ കൃത്യമായ രീതിയിൽ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുകയാണെങ്കിൽ സംഗതി അടിപൊളിയാണ്. ഇപ്പം നമ്മളൊരു കത്തിയ പോലെ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. 2-3 തരത്തിലൊക്കെ ഈ സാധനം ഉപയോഗിക്കാം. നല്ല രീതിയിൽ പ്രോപ്പർ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെയധികം ഉപകാരപ്രദമായിട്ട് മാറുന്നതായിരിക്കും. സോ അഫ്ലുയുടെ വ്ളോഗ്സ് ചെറിയ കുട്ടികൾ മുതൽ വലിയ ആൾക്കാരെ വരെ കാണാറുണ്ട്. സോ ഹൗ ഡു യു ടേക്ക് ദാറ്റ്? ഒരു ക്രൗഡിൽ പോകുമ്പോൾ പുറത്തു വരുമ്പോൾ ഹൗ ഡു യു ഫീൽ? ഒരുപാട് സന്തോഷമാണ് നമ്മളെ ആളുകൾ സ്ക്രീനിൽ കണ്ടിട്ട് അവര് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ അടുത്തുനിന്ന് കേട്ടു മനസ്സിലാക്കി. അതിനുശേഷം അവര് നേരിട്ട് നമ്മൾ കാണുമ്പോൾ ഭയങ്കര സന്തോഷം നേരുന്ന ഒരു മൊമെന്റ് ആണ് ആളുകളെ നേരിട്ട് കാണുക എന്ന് പറയുമ്പോൾ. നമ്മൾ സാധാരണ ഒരു ക്യാമറയുടെ മുന്നിൽ ഇരുന്ന് സംസാരിക്കുന്നിടത്ത് നിന്ന് ഇതൊക്കെ കൃത്യമായ രീതിയിൽ ഒബ്സർവ് ചെയ്യുന്ന അല്ലെങ്കിൽ കൃത്യമായിട്ട് കാണുന്ന, നിങ്ങളുടെ വീഡിയോ ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എന്ന് പറയുന്ന ആളുകളൊക്കെ കാണുമ്പോൾ നമുക്ക് വളരെ സന്തോഷമാണ്. അത് കൂടുതൽ വീഡിയോസ് ഒക്കെ ചെയ്യാൻ നമ്മൾ കുറച്ചുകൂടെ മോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിലേക്കൊക്കെ മാറുന്ന കാര്യങ്ങളാണ്. Okay, so what do you feel about this event, RAC? Young entrepreneurs ne support ചെയ്യുന്ന വലിയ events ആണ്. What do you feel about the Royal Assets? റോയൽ അസറ്റ്സ് എപ്പോഴും ഞാൻ ഭയങ്കര ക്യൂരിയസ് ആയിട്ട് നോക്കിക്കാണുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ആണ്. ഇപ്പം ഷിബിലി ആണെങ്കിലും ഞാൻ 3-4 വർഷം മുമ്പ് ഇതുപോലൊരു ഇവന്റിൽ വെച്ചിട്ട് ഇത് അവിചാരിതമായിട്ട് പരിചയപ്പെട്ടാണ്. പക്ഷെ അതിനുശേഷം ഞാൻ പ്രോപ്പർ ആയിട്ട് ആളുടെ ഒരു ജേണി ഒബ്സർവ് ചെയ്യാറുണ്ട്. അപ്പൊ ആദ്യം 2 കമ്പനി, പിന്നെ അവിടെ 5 കമ്പനി, പിന്നെ അങ്ങനെയൊക്കെ കൂടി അങ്ങനെ പോവാണ്. അപ്പം റീസെന്റ് ഇപ്പൊ നമ്മള് റാക്ക് ഈ ഒരു റീബ്രാൻഡിങ്ങിന്റെ കാര്യം, ഇത്തരത്തിലുള്ള ഒരു 10 story ബിൽഡിംഗ് എടുത്തിട്ട് ഇത്തരത്തിലുള്ള സ്റ്റാർട്ടപ്പുകൾ കൊണ്ടുവരുന്ന കാര്യം ഞങ്ങളൊരു 3/4 മണിക്കൂർ സമയത്തോളം സംസാരിച്ചിട്ടുണ്ടാവും. ആള് ഭയങ്കര കോൺഫിഡന്റ് ആണ് ആ കാര്യത്തിലൊക്കെ. സോ തീർച്ചയായിട്ടും ആൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറി വരട്ടെ എന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. Thank you so much for attending this event and thank you so much for making the people happy.
താങ്ക് യു സോ മച്ച് ഫോർ ഹാവിങ് മീ. ഒരുപാട് സന്തോഷം.